അവരത് മറന്നുപോയി. ആശ എന്താണ് ചെയ്തതെന്ന് അന്നേരം അവർക്ക് മനസ്സിലായി. ഇപ്പോൾ ആശയ്ക്ക് എന്ത് ജോലി എന്ന് കേൾക്കുന്നത്. ഈ പാവപ്പെട്ട അമ്മമാർ എന്തിനാ വെല്ലുവിളിക്കുന്നത്? തരില്ല എന്ന് പറയാം. ഞങ്ങൾ ചോദിക്കുമ്പോൾ ധനസ്ഥിതി മോശമെന്നും ഞങ്ങളിവിടെ പട്ടിണി കിടക്കുമ്പോഴും അവരുടെ ഇഷ്ടക്കാർക്കും അവരുടെ ഇഷ്ട താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവർ ചിലവഴിക്കുന്ന കാശെന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങളുടെ നികുതിയാണ്, അവരുടെ വിയർപ്പിന്റെ ഫലമാണ് അവർ ഈ ആർഭാടങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് എന്താണ്? സമരം നടത്തി ഒന്നും നേടാൻ പറ്റില്ലെന്ന്. എങ്ങനെ പറയാൻ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു? സമരം ചെയ്യരുതെന്ന് പറയുന്നത് ആരാണ്? മുതലാളിമാരാണ് സമരം ചെയ്യരുതെന്ന് പറയുന്നത്. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരം 43-ാം ദിവസം പിന്നിടുകയാണ്. സർക്കാരുമായി ഇക്കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുമായി ആശാവർക്കർമാർ ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സർക്കാരിന്റെ ധനസ്ഥിതി വളരെ മോശമാണ് എന്നാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷം അതിഗംഭീരമായി നമ്മുടെ സർക്കാർ ആഘോഷിക്കാൻ പോകുന്നത്. ധനസ്ഥിതി വളരെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിന് ഈ ആഘോഷങ്ങൾക്ക് എവിടെ നിന്നാണ് പണം ലഭിക്കുന്നത്? ഏപ്രിൽ 21-ാം തീയതി ഈ വാർഷികാഘോഷം തുടങ്ങുവാൻ പോവുകയാണ്. എന്തായാലും ആശാവർക്കർമാരോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേച്ചി, ഈ ആശാവർക്കർമാരുടെ വിഷയം നിരന്തരം നമ്മുടെ സംസ്ഥാന സർക്കാരുമായി ഉന്നയിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മുടെ സർക്കാർ പറയുന്നത് ധനസ്ഥിതി വളരെ മോശമാണ് എന്നാണ്. ഇപ്പോൾ നമ്മുടെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. ലക്ഷങ്ങൾ ചിലവഴിച്ച് ഏപ്രിൽ 21-ന്. എന്താണ് ആശാവർക്കർമാർക്ക് ഇതിനോട് പറയാനുള്ളത്? ഇനി വളരെ സന്തോഷമല്ലേ, അവർ നടത്തട്ടെ. കാരണം അവർക്ക് വേണ്ടി രാപ്പകലില്ലാതെ കോവിഡിന്റെയും നിപ്പയുടെയും ഈ ഉരുൾപൊട്ടലുണ്ടായ സമയങ്ങളിലും ചുരൽമലയിൽ പോലും ഒരു ആശാപ്രവർത്തകയാണ് മൃതദേഹ അവശിഷ്ടങ്ങളിൽ നിന്ന് പോലും ആ നാട്ടിലെ വ്യക്തികളെ തിരിച്ചറിഞ്ഞത്. അവരത് മറന്നുപോയി. ആശ എന്താണ് ചെയ്തതെന്ന് അന്നേരം അവർക്ക് മനസ്സിലായി. ഇപ്പോൾ ആശയ്ക്ക് എന്ത് ജോലി എന്ന് കേൾക്കുന്നത്. ഒരു സമൂഹത്തിലെ മൃതദേഹ അവശിഷ്ടങ്ങളിൽ നിന്ന് പോലും ആളെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ ആശ ആ സമൂഹത്തിൽ ആ ജനങ്ങളുടെ ഇടയിൽ എത്രമാത്രം പ്രിയപ്പെട്ടവളാണ്. അതുകൊണ്ടാണ് അവർക്കത് തിരിച്ചറിയാൻ പറ്റുക. ഇവർക്കാർക്കെങ്കിലും പറ്റും അഴുകിയ മൃതദേഹങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ തിരിച്ചറിയും. നമ്മൾ ഐഡന്റിഫിക്കേഷൻ പോസ്റ്റ്മോർട്ടം നടത്തണം അല്ലേ, അവരാരാണെന്ന് DNA ടെസ്റ്റ് വരെ നടത്തും. പക്ഷെ ഒരു ആശാ പ്രവർത്തക ആ ഡെഡ് ബോഡിയിൽ നിന്നാണ് തിരിച്ചറിഞ്ഞത് അത് എൻ്റെ ആളാണ്, ഇന്ന വീട്ടിലെ ആളാണെന്ന്. അപ്പോൾ ആ വ്യക്തികളും കുടുംബവുമായിട്ടുള്ള എന്തുമാത്രം ബന്ധമാണ് ആശയ്ക്കുള്ളത്? ഇതാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കുള്ളത്. ഞങ്ങളുടെ നാട്ടിലായാലും എവിടെയായാലും ഒരാൾ വീട് കടന്നാൽ ആ വ്യക്തിയെ കാണുമ്പോൾ ഞങ്ങൾക്കറിയാം അത് ഇന്ന വീട്ടിലെ ആളാണെന്ന്. അതിന് വേറൊരു അഡ്രസ് പ്രൂഫിന്റെ ആവശ്യമില്ല. ഞങ്ങൾ തിരിച്ചറിയും അത് ഇന്ന ആളാണെന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ ഞങ്ങൾ സർക്കാരിനെ സഹായിച്ചിട്ട് ഞങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ ഈ പാവപ്പെട്ട അമ്മമാരെ എന്തിനാ വെല്ലുവിളിക്കുന്നത്? തരില്ല എന്ന് പറയാം. ഞങ്ങൾ ചോദിക്കുമ്പോൾ ധനസ്ഥിതി മോശമെന്നും ഞങ്ങളിവിടെ പട്ടിണി കിടക്കുമ്പോഴും അവരുടെ ഇഷ്ടക്കാർക്കും അവരുടെ ഇഷ്ട താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവർ ചിലവഴിക്കുന്ന കാശെന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങളുടെ നികുതിയാണ്, അവരുടെ വിയർപ്പിന്റെ ഫലമാണ് അവർ ഈ ആർഭാടങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മുടെ സർക്കാരിൻ്റെ ആരെങ്കിലും ഒരു ജനപ്രതിനിധി അവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ അത് ചെലവഴിക്കുന്നത്? അപ്പോൾ വിശപ്പിന് വേണ്ടി ഒരു നേരത്തെ ആഹാരം, തല ചായ്ക്കാനൊരു ഇടം, ഇതൊക്കെ അടിസ്ഥാന സൗകര്യം, മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളാണ്. ഇത് നിറവേറ്റി കൊടുക്കാൻ ഒരു സർക്കാരിന് കഴിഞ്ഞില്ല എന്നെങ്കിൽ അവരത് പൂർണ്ണ പരാജയമല്ലേ? എന്തേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് എന്താണ്? സമരം നടത്തി ഒന്നും നേടാൻ പറ്റില്ലെന്ന്. എങ്ങനെ പറയാൻ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു? നിരവധി സമരമുഖങ്ങളിലൂടെ അല്ലേ ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറി. ഇവരുടെ കഴിഞ്ഞ കാല ചരിത്രം എന്താണ്? കമ്മ്യൂണിസത്തിന്റെ ചരിത്രം എന്താണ്? അവകാശ സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള അവകാശം. പട്ടിണി കിടന്നിട്ടല്ലേ ഓരോരുത്തരും ഈ പണ്ട് കമ്മ്യൂണിസ്റ്റ് സമരത്തിലൂടെ ആഹാരത്തിന് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ നമ്മുടെ കേരള ചരിത്രം പരിശോധിച്ചാൽ കാണും. തുണി ഉടുക്കാനുള്ള അവകാശം, ഇങ്ങനെയൊക്കെ മാറുമറയ്ക്കൽ അവകാശങ്ങൾ, ഇങ്ങനെ പല പല സമരങ്ങൾ നടന്നിട്ടുള്ളൊരു കേരള ചരിത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ അതുവരെ ആ സമരങ്ങളെല്ലാം പുച്ഛിക്കുന്നതല്ലേ ഇപ്പോഴത്തെ സമരം എന്തിനു ചെയ്യുന്നു? സമരം ചെയ്യരുതെന്ന് പറയുന്നത് ആരാണ്? മുതലാളിമാരാണ് സമരം ചെയ്യരുതെന്ന് പറയുന്നത്. ഒരിക്കലും ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ തൊഴിൽ പണി എടുക്കുന്ന ഒരു സമരം ചെയ്യലെന്ന് പറയില്ല. അപ്പം മുതലാളിത്തത്തിലേക്ക് നമ്മുടെ ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്നത് വളരെ സങ്കടത്തോടും പ്രയാസത്തോടും. ഒരുപാട് സമര പോരാളികളുടെ ജീവിത ചരിത്രങ്ങൾ, ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് മനുഷ്യർ, അവരുടെയൊക്കെ പണ്ട് കർഷക സമരങ്ങളൊക്കെ നടത്തുമ്പോൾ ചേറിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ, പച്ച ഉയരോട് ചേറിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ആ മനുഷ്യരുടെയൊക്കെ ആലപ്പുഴയുടെ ചരിത്രം പരിശോധിക്കുന്നു. ആ കർഷക പാഠങ്ങളിൽ ആ കേരളത്തിലെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ആ ചേറിലേക്ക് പച്ച ജീവനോടെ ചവിട്ടിയ താഴ്ത്തപ്പെട്ട മനുഷ്യരുടെ ആ തലയിൽ തന്നെയാണ് ഇപ്പോൾ ഇവർ കയറി നിന്നും കൊണ്ട് തൊഴിലാളികൾ അംഗീകരിക്കാൻ സമ്മതിക്കാത്തതും ഒരു നേരത്തെ ആഹാരം കൊടുക്കുക.
ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് കിടക്കുന്നത്. ഞാനൊക്കെ പണിയെടുത്തിട്ട് വരുമ്പോൾ പൈസ 3-4 മാസം കഴിഞ്ഞ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഈ ജനങ്ങളെ സേവിച്ചിട്ട് വരുമ്പോൾ വീട്ടിൽ ആഹാരം ഒന്നും ഉണ്ടാവില്ല. നമുക്കത് വെക്കാൻ പറ്റില്ല. കടം ചോദിച്ച് ചേച്ചി ഞങ്ങൾ സാധനം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം മാറി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. അതൊക്കെ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട്. എന്തേ ഇവർ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഇച്ചിരി പച്ചപ്പുള്ള വീടുകളിലേക്ക് പോയി അവർ അസ്ഥിവാരം തോണ്ടുന്നുണ്ട്. ഞങ്ങളെയൊക്കെ പോലെ ഇവിടെ കിടക്കുന്ന ആ ശോഭ ചേച്ചിയുടെ ചരിത്രമൊക്കെ ഒന്ന് എടുക്കേ. അപ്പോഴറിയാം. എൻ്റെ വീട് ഒന്ന് പരിശോധിക്കട്ടെ. വീട്ടിൽ വന്നിട്ട് ആ ചാനൽ അവരെടുത്തത് പൂർണ്ണമായും കാണിച്ചില്ല. അത് കാണിച്ചിരുന്നുവെങ്കിൽ അത് നമ്മുടെ ഈ ഭരണവർഗ സർക്കാർ അതിൻ്റെ മുഖത്തടിക്കുന്നത് പോലെ ആയിപ്പോവും എൻ്റെ വീട്ടിലെ അവസ്ഥ. അപ്പോൾ അത്രയും കഷ്ടപ്പാടിലൂടെയാണ് ഞങ്ങൾ ആശാപ്രവർത്തകർ കഴിഞ്ഞു പോകുന്നത്. ഇവർക്ക് കഴിയാൻ പറ്റും എന്നുള്ള ചെയ്യാൻ പറ്റും. ഇവർ പറയുന്നുണ്ടല്ലോ ഞങ്ങളാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചതെന്ന്. അപ്പോൾ ഈ സമൂഹത്തിന് മനസ്സിലായല്ലോ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ. അപ്പോൾ ആർക്ക് കഴിയും? കേരള സർക്കാരിന് കഴിയും. അതിനവർ കേന്ദ്രത്തോട് ചോദിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഉയർത്തി കൊടുക്കാമെങ്കിൽ അവർ പടിപടിയായി ഉയർത്തട്ടെ. ഒരു ഡിമാൻഡ് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അതെന്ത് ചെയ്യാമെന്നൊരു സർക്കാരല്ലേ ഇങ്ങോട്ട് പറയേണ്ടത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും തരാൻ കഴിയില്ല, പക്ഷേ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന വ്യക്തത വരുത്തി തരാം എന്ന് പറഞ്ഞൊരു ഓർഡർ ഇറക്കട്ടെ. അപ്പോൾ ഇത് ആരോടാ? ഈ സമരം നയിക്കുന്നവരുടെ രാഷ്ട്രീയമാണോ അവർ നോക്കുന്നത്? അതങ്ങ് വിട്ടേക്ക്. അവർക്കല്ല ആനുകൂല്യത്തിന് വേണ്ടിയല്ല ചോദിക്കുന്നത്, ആശമാരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി. ഈ കേരള സർക്കാരിൻ്റെ ജനകീയ സർക്കാർ എന്ന് പറയുന്ന ഈ പിണറായി സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി, നമ്മുടെ നാട്ടുകാരുടെ ആരോഗ്യത്തിന് വേണ്ടി പാടുപെടുന്ന ആശാപ്രവർത്തകയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരു നേരത്തെ മെഡിസിൻ മുടങ്ങാതെ കഴിക്കണമെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയും. കഴിയും എന്നുള്ളത് തെളിവാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ കാശ് മാറ്റി വയ്ക്കുന്നത്. ഖജനാവ് ഒന്നും കാലിയല്ല. ആശ ചോദിക്കുമ്പോൾ മാത്രം കാലി. എന്തായാലും തൊഴിലാളി വർഗ പ്രസ്ഥാനമെന്ന് വാതോരാതെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഈ കിടക്കുന്ന 43 ദിവസമായി ഈ തെരുവിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി, വേതനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവർ സമരവുമായി രംഗത്ത് വന്നിട്ടും കണ്ണു തുറക്കാത്ത സാഹചര്യമുള്ളത്. ഇന്ന് അവരുടെ നിരാഹാര സമരത്തിൻ്റെ 5ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് കൂട്ട ഉപവാസത്തിലേക്ക് ആശാ വർക്കർമാർ പോവുകയാണ്. അതിനിടയിലാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അതായത് 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുവാൻ വേണ്ടി പോകുന്നു. ഏപ്രിൽ 21-ാം തീയതി കാസർഗോഡ് ജില്ലയിൽ ആദ്യ ബഹുജന റാലിയും മെയ് 23-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ അവസാനത്തെ ബഹുജന റാലിയും സംഘടിപ്പിക്കുമെന്നാണ് നമുക്ക് വാർത്ത പുറത്ത് വരുന്നത്. എന്തായാലും ഈ പാവങ്ങൾ ഈ തെരുവിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന വേളയിലും, അതുകൂടാതെ സർക്കാർ നിരന്തരം പറയുന്നത് ധനസ്ഥിതി മോശമാണ്, അതുകൊണ്ട് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ്. ഈ ആഘോഷങ്ങൾക്കും ദൂരത്തിനുമെല്ലാം എവിടെ നിന്നാണ് പണം ലഭിക്കുന്നത് എന്നുള്ള ചോദ്യവും പ്രധാനമായും പൊതുജനങ്ങളും ആശാ വർക്കർമാരും ഈ മനുഷ്യരായി ജനിച്ച കേരളത്തിലെ എല്ലാവരും തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നു. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.